നമസ്കാരം. മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാർഡ് എടുക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാം. വളരെ പോസിറ്റീവോടുകൂടി തന്നെ ഇരുന്ന ഒരു റീഡിംഗ് കാണുക. വളരെ സക്സസ് ഉണ്ടാവും എന്ന് തന്നെ കരുതുക. അപ്പം നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോടും ഏഞ്ചൽസിനോടും ചോദിക്കാം. കാർഡ് വന്നു. ഒരു കാർഡും കൂടെ നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഒരു ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. 9 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയൊരു ശത്രു നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് എന്നാണ് നിങ്ങൾ ഒരു റീഡിങ്ങിൽ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഏതോ ഒരു ശത്രു നിങ്ങളുടെ ഒരു ടവർ സിറ്റുവേഷൻ, ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. അതാരാന്ന് അവർ ഗൂഢാലോചന നിങ്ങൾക്കെതിരെ നടത്തുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ നോക്കുന്നുണ്ട്. നിങ്ങളിലോട്ട് തന്നെ അവരുടെയൊക്കെ ശ്രദ്ധ നിങ്ങളിലോട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു നെക്സ്റ്റ് മൂമെൻ്റ് എന്താണെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവാം, നിങ്ങളുടെ സാഹചര്യവും കാര്യങ്ങളും ഒക്കെ അവരോട് നിങ്ങൾ പറയുന്നുണ്ടാവാം, ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തൽക്കാലം മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കാണുന്ന കണക്ക് ആയിരിക്കത്തില്ല മറ്റുള്ളവർ നമ്മളെ കാണുന്നത്. നമ്മളെ ചിലപ്പം വളരെ ഓപ്പൺ മൈൻഡായിരിക്കും, നല്ല എല്ലാവരെയും കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ആവുന്നത് എല്ലാവരും അറിയട്ടെ. പക്ഷേ ആരോടും നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളും കാര്യങ്ങളും പങ്കുവെക്കരുതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എല്ലാം ഹൈഡ് ചെയ്ത് നിങ്ങൾ പിടിക്കുക. അപ്പം നിങ്ങൾ സക്സസ്സിലോട്ട് പോകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളെ ചുറ്റിലും നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആളുകളായിരിക്കാം നമുക്ക് ചുറ്റിലുള്ള. ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിച്ചു തരുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളെ ആശയവിനിമയം നടത്താതെ നിങ്ങളത് ഹൈഡ് ചെയ്ത് പിടിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോടെല്ലാം അങ്ങ് തുറന്ന് പറയുന്നൊരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങളൊരു സക്സസ്സിലോട്ട് പോവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ കേട്ടറിഞ്ഞിട്ട് നമുക്കിട്ട് തിരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. നമ്മൾ സക്സസ് ആവാനായിട്ട് നമുക്ക് ചുറ്റിലുള്ള ശത്രുക്കൾ, നമ്മളെ ചിരിച്ച് കാണിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കുന്ന ശത്രുക്കൾ നമ്മളെ സമ്മതിച്ചെന്ന് വരില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സൂചന യൂണിവേഴ്സ് കാണിച്ചു തരുന്നതാണ് ഈ ഒരു ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ സക്സസ് ആവും. നിങ്ങൾ നല്ലൊരു പദവിയിലെത്തും. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്തും. നിങ്ങൾക്കൊരു ഗ്രോത്ത് കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു ബിഗിനിങ് ഉണ്ടാവും. നല്ലൊരു ഒരു പവർ നിങ്ങൾക്ക് വരും. നിങ്ങൾ സക്സസ് ആവും എന്ന് തന്നെയാണ് ഏസ് ഓഫ് വാണ്ട്സ് പറയുന്നത്. നിങ്ങൾ സക്സസ് ആവും. നിങ്ങൾ അതിവേഗത്തിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കും. നിങ്ങൾക്ക് നല്ലൊരു എല്ലാം അച്ചീവ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഒരു പോരായ്മയെന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്കത് അറിയില്ല ആരാണെന്നുള്ളത്. അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്.
അപ്പം അവർ നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ആശയം, നിങ്ങളുടെ എന്താണ് ഇനി അടുത്ത മൂവ്മെൻ്റ് എന്നൊന്നും തൽക്കാലത്തേക്ക് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഗൈഡൻസ്. ആരാണ് ശത്രു, ആരാണ് മിത്രമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ആശയം നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ഉണ്ടാവും, നിങ്ങൾ വിജയത്തിലോട്ട് തന്നെ പോവും എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഗൈഡൻസ്. അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഒരു മറുപടിയും കൂടെ നമുക്ക് നോക്കാം. തീർച്ചയായും ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെയാണ് ഏഞ്ചൽസിൻ്റെ മറുപടി. ആ ഒരു സക്സസ് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചേക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാതിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഏഞ്ചൽസ് പറയുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ടാവും. നിങ്ങളൊരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തുമെന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യാം. യൂണിവേഴ്സിനോട് നന്ദി പറയാം. അപ്പം ഓക്കെ, താങ്ക് യു.